ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് വാഴ്വുകൾ അർപ്പിക്കുന്നു. നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിൻ പ്രദർശനമായ കാൽവറി ക്രൂശിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ സ്നേഹവായ്പിന് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. നമ്മെ തന്നെ നമുക്ക് ആ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യാം. നമ്മോടുള്ള ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ കാൽവറിയിൽ നമുക്ക് വേണ്ടി പ്രാണനെ ത്യജിച്ച ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങൾ എല്ലാവർക്കും ഈ സമയത്ത് ആദരവോടുകൂടെ അറിയിക്കുന്നു. ഈ നല്ല സന്ധ്യ ആഴ്ചവട്ടത്തിന്റെ അവസാനത്തെ മണിക്കൂറുകൾ കർത്താവിന്റെ പാദങ്ങളിലേക്ക് നമുക്ക് അടുത്ത് വരുവാനായി ദൈവം ഒരുക്കിയല്ലോ, അതോർത്ത് സ്തോത്രം. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളത്തെ സഭായോഗങ്ങളിൽ ദൈവം നമ്മെ എല്ലാവരെയും തന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ ഇവിടെ ഉണ്ടാവില്ല എങ്കിലും ആ സമയത്ത് ഞാൻ പോകുന്ന സ്ഥലത്തെ യോഗം നമ്മുടെ യോഗത്തിന് മുമ്പ് തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്ഥലത്ത് നിന്നും നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനായിട്ട് അവസരം ഉണ്ടാകുമെന്ന് കർത്താവിൽ ആശിക്കുന്നു. നാം ഇന്നലെ ചിന്തിച്ചു കൊണ്ടിരുന്നത് റാപ്ചർ എന്നുള്ള വിഷയമാണ്, ഉൽപ്രാപണം എന്ന വിഷയം. നാം അതേ സംബന്ധിച്ച് ദൈവവചനത്തിൽ നിന്ന് കണ്ടത് റാപ്ചർ എന്ന അല്ലെങ്കിൽ ഉൽപ്രാവണം എന്ന ഒരു പദം റാപ്ചർ എന്ന് തന്നെയുള്ള ഇംഗ്ലീഷ് പദമോ ഉൽപ്രാവണം എന്ന മലയാളം വാക്കോ ഒരുപക്ഷെ ബൈബിളിൽ ഇല്ല. പക്ഷേ മൂലപദങ്ങൾ നാം ശ്രദ്ധിച്ചു. മൂലപദങ്ങളുടെ സാന്നിധ്യം നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നാം ഇന്നലെ ചിന്തിച്ചിരുന്നുവല്ലോ. അപ്പോഴ് ഹാർപാസോ, റാപ്പിയോ എന്ന രണ്ട് പദങ്ങൾ, ഹാർപാസോ ഗ്രീക്കിലും റാപ്പിയോ ലാറ്റിനിലും, രണ്ടിന്റെയും അർത്ഥം നമ്മൾ കണ്ടു. സ്നാച്ച് away quickly, transfer from one place to another, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോവുക. എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ വീട്ടില് കോഴിയെ അടവച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കാറുണ്ടായിരുന്നു. പിള്ളേരായി ഞങ്ങളെയാ കാവലേൽപ്പിക്കുന്നത്. ബാക്കി സമയത്തൊക്കെ ഇതിനെ അടച്ച് ഇട്ടിരിക്കും ഒറ്റാലിനകത്ത്. അപ്പച്ചനും അമ്മച്ചിയൊക്കെ പറയും, ഒത്തിരി നേരമായി കോഴിയെ അഴിച്ചു വിട്ട് എല്ലാം സൂക്ഷിച്ച് നോക്കിക്കോ. അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ കാക്കയോ കിളിയറാഞ്ചി പക്ഷികളോ പരുന്തോ ഒക്കെ എവിടെ നിന്നെന്നറിയത്തില്ല, ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. പെട്ടെന്ന് വന്ന് കോഴിക്കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകും. ഇതിന്റെ പേരാ റാപ്ചർ. റാഞ്ചി കൊണ്ടുപോവുക പെട്ടെന്ന്, സ്നാച്ചിങ് അവേ ക്വിക്കലി. അതായിരുന്നു നാം ഇന്നലെ കണ്ടത്. അതിൻ്റെ ആദ്യത്തെ വാഗ്ദത്തമായി നമുക്ക് അല്ലെങ്കിൽ പ്രവചനമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ 14:3 ആണ് എന്നൊക്കെ കാണുകയുണ്ടായി. സ്തോത്രം.
റാപ്ചർ, ഒരു ചെറിയ എന്താ വിവരണം പോലെ ആ റാപ്ചറിനെ കുറിച്ച് എനിക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയ 2-3 പടങ്ങളുണ്ട്. അത് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മണ്ണിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാർ നിമിഷങ്ങൾക്കകം ഉയർത്തെഴുന്നേറ്റും ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ടും സ്വർഗത്തിലേക്ക് കയറുന്നു. സ്തോത്രം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ദിവസം ഒന്നായിരിക്കും. ഒരു ബസിന്റെയോ അല്ലെങ്കിൽ ഏതൊരു വാഹനത്തിന്റെയും കടലിൽ കൂടെയോ റോഡിൽ കൂടെയോ റെയിൽപാളത്തിലൂടെയോ ആകാശത്തിലൂടെയോ ഒക്കെ പോകുന്ന ഏതൊരു വാഹനത്തിന്റെയും ഡ്രൈവർ, പൈലറ്റ്, എന്ത് വേണേലും വിളിച്ചോ, നിയന്ത്രിതാവ് രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ഇതെവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിട്ട് പോകാൻ നിൽക്കത്തില്ല. അതിനു മുൻപ് തന്നെ ആള് പോകും. ഏറ്റവും അധികം അപകടങ്ങൾ നടക്കുന്ന സമയം. അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ചില അമേരിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു പഠിപ്പീരും വിശ്വാസവും ഉള്ളതുകൊണ്ട് പൈലറ്റുമാരെയൊക്കെ നിയമിക്കുമ്പോൾ ഒരാളിനെ ബോണഗെയിനും ഒരാളിനെ അല്ലാത്തവനുമായിട്ട് നിയമിക്കാറുണ്ടെന്ന്. അതിന്റെ യാഥാർത്ഥ്യം എനിക്ക് അറിഞ്ഞുകൂടാ. പ്രസംഗിച്ച് കേട്ടറിവ് എനിക്ക് അതിനെ പറ്റിയുള്ളൂ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഏതായാലും ആശങ്കകളെങ്കിലും ആൾക്കാർക്കുണ്ടാവും. എന്നാൽ ദൈവമക്കൾക്ക് അങ്ങനത്തെ ഒരു അപകടത്തെ പറ്റി ആശങ്കപ്പെടേണ്ടതില്ല. കാരണം അങ്ങനത്തെ ഒരു ഡ്രൈവർ പോകുന്നെങ്കിൽ ഒപ്പം നമ്മളും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആ പ്രയാസം വേണ്ട. അതുപോലെ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് കംപ്ലൈൻസ് രജിസ്റ്റർ ആകുന്ന ദിവസം അതായിരിക്കും. ഏറ്റവും കൂടുതൽ മിസ്സിംഗ് കംപ്ലൈൻസ്. ആളിനെ കാണാനില്ല. അകത്തുനിന്ന് തന്നെ കുത്തിയിട്ടിരിക്കുന്നു. കിടന്നപ്പോൾ, രാത്രിയിലാണെങ്കിൽ കിടന്നപ്പോൾ ആളുണ്ടായിരുന്നു. ഒരുമിച്ച, ചിലപ്പോൾ കെട്ടിപ്പിടിച്ചാ കിടന്നത്. അമ്മയും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിലൊക്കെ ഒരുമിച്ച് ഒറ്റ പുതപ്പിന്റെ കീഴിൽ. പക്ഷേ അറിഞ്ഞില്ല, ആളുപോയി. ഏറ്റവും കൂടുതൽ ആളിനെ കാണാനില്ല എന്ന പരാതി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയായിരിക്കും, ശിശുക്കളില്ലാത്ത ഒരു ലോകമായിരിക്കും അന്ന് മുതൽ. ഏത് ജാതി മതസ്ഥന്റെയും ശിശുക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും എടുക്കപ്പെടുന്ന ഒരു സമയം. ഇങ്ങനെ പല പ്രത്യേകതകൾ ആ റാപ്ചർ എന്നതിനുണ്ട്. സ്തോത്രം. അടുത്തത് റൂഫസ്. അപ്പോൾ യേശു കർത്താവിന്റെ അടുക്കലേക്ക് വിശുദ്ധന്മാർ നിമിഷങ്ങൾക്കകം ചേർക്കപ്പെടുകയാണ്. സാത്താൻ പോലും കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പ് ദൈവസഭ എടുക്കപ്പെടും എന്ന്, വിശുദ്ധന്മാർ കർത്താവിങ്കിലേക്ക് ചേർക്കപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. തടയുവാൻ ആർക്കും കഴിയുകയില്ല. പ്രധാന ദൂതന്റെ ശബ്ദം നമ്മൾ ഇന്നലെ കണ്ടു. കർത്താവിന്റെ ഗംഭീരനാദം മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാരെ രൂപാന്തരപ്പെടുത്തുന്നതിനും
പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മെ തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊള്ളുന്നതിനും വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ പ്രധാന ദൂതന്റെ ശബ്ദം എന്തിന് എന്ന് വെച്ചാൽ യൂദ 9-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു ചെറിയ സൂചന അതേപ്പറ്റിയുണ്ട്. മോശയുടെ ശരീരത്തെ ചൊല്ലി മീഖായേലും സാത്താനും തമ്മിൽ നടന്ന ഒരു വാദപ്രതിവാദം. അപ്പോൾ ഉയർപ്പിന്റെ സമയത്ത് ശരീരത്തിന് വേണ്ടിയോ ഇനിയല്ല മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലോ സാത്താന്യമായ എതിർപ്പുകൾ ഉണ്ടായാൽ സാത്താന്റെ ശക്തിയെ നേരിടുന്നതിന് വേണ്ടി മോശയുടെ ശരീരത്തിന് വേണ്ടി സാത്താൻ വാദിച്ചപ്പോൾ അവനോട് എതിരിട്ട മീഖായേലിനെ പോലെ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് മനസ്സിലാക്കാം. ദൈവത്തിന്റെ കാഹളം നാം നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ, ഇന്നലെയും പറഞ്ഞതുപോലെ, പ്രത്യേകിച്ച് സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നാം കാഹളത്തിന്റെ ഉപയോഗം കാണുന്നത് പോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മാറ്റത്തിന് ഊതപ്പെടുന്ന കാഹളത്തിന്റെ സൂചനയാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നിമിഷങ്ങൾക്കകം വിശുദ്ധന്മാർ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. ആ പോന്ന പോക്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ പോലും നമുക്ക് വേണ്ട. ഒക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാകാം നാം പോകുന്നത്. കാരണം ഇവിടുത്തെ വസ്ത്രവും ചെരുപ്പും ഒന്നും നമുക്ക് വേണ്ട. ആഭരണമായാലും പണമായാലും ഇതൊന്നും നമുക്ക് അവിടെ വേണ്ടല്ലോ. ഇതെല്ലാം നമുക്ക് ഇവിടത്തേക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ നിന്നുള്ള യാതൊന്നും നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുന്നില്ല. കാരണം ഇവിടെ നമുക്കുള്ള ബോഡി, ശരീരം പോലും സ്വർഗത്തിന് പറ്റിയതല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പോൾ നമുക്കുള്ള ശരീരം പോലും നമ്മൾ പോകുന്ന രാജ്യത്തേക്ക് പറ്റുന്നതല്ല. നമുക്കറിയാമല്ലോ, ഇവിടെ ചിലപ്പോൾ സാരിയൊക്കെ ഉടുത്ത് നടക്കുന്ന നമ്മുടെ ആന്റിമാരും അമ്മച്ചിമാരും ഒക്കെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ ഒക്കെ പോകാൻ നേരം അവർക്ക് ഇഷ്ടമില്ലെങ്കിലും അവിടുത്തെ സംസ്കാരത്തിനും കാലാവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ചുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ മുണ്ടുമൊക്കെ ഉടുത്ത് ചിലപ്പം ചെരുപ്പില്ലാതെയോ അല്ലെങ്കിൽ വെറും സ്ലിപ്പറും ഒക്കെ ഇട്ട്, ചിലപ്പോൾ സ്ലീവ്ലെസ് ബനിയനും ഒക്കെ ഇട്ട്, ചിലപ്പോൾ അതുപോലെ ഇല്ലാതെ നടക്കുന്ന അപ്പച്ചന്മാരൊക്കെ മക്കളിലേക്ക് അടുത്തേക്ക് പോകുമ്പം കണ്ടിട്ടില്ലേ? ഇട്ട് പരിചയമില്ലെങ്കിലും പാൻസും ഷൂസും, ചിലരാണെങ്കിൽ തണുപ്പ് കാലാവസ്ഥയുടെ ഇതനുസരിച്ചെങ്കിലും കോട്ടെങ്കിലും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പൊ ഇവിടുത്തെ പരുവത്തിലല്ല അങ്ങോട്ട് പോകുന്നത്. ഇതുപോലെ ഈ ഭൂമിയിലെ ശരീരം പോലും നമുക്ക് സ്വർഗത്തിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റില്ല. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15 പറയുന്നു, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും അവകാശമാക്കില്ല. മാംസരക്തങ്ങൾക്ക്, ദ്രവത്വമുള്ള നമ്മുടെ ഈ ശരീരത്തിന് മാറ്റമുണ്ടാവണം. ഈ ശരീരം പോലും സ്വർഗത്തിലെ വാസത്തിന് പറ്റിയതല്ല. അപ്പോഴാണോ പിന്നെ നമ്മൾ ഇപ്പൊ ധരിക്കുന്ന വസ്ത്രങ്ങൾ? സ്തോത്രം.
ഈ പ്രത്യാശയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാർ ഭൗതിക വിഷയങ്ങളിൽ വർജനം ആചരിക്കാനുള്ള ഒരു കാരണം ഇതും കൂടെയാകട്ടോ. This is one of the reasons why God's people living in this hope of the coming of the Lord renounce the world, renounce luxuries. This is why God's people renounce gold-like metals. സ്വർണം പോലെയുള്ള ധാതുക്കളും അതിൻ്റെ ആഭരണങ്ങളും താടിമോടികളും വിലയേറിയ വസ്ത്രങ്ങളും ഒക്കെ പോലും ദൈവത്തിന്റെ വിശുദ്ധന്മാർ വർജിക്കുവാൻ ഇതാണ് കാരണം. ഇതൊക്കെ ഉണ്ടായാലും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. നമ്മൾ ഇവിടെ പരദേശികളാണെന്ന് പറയുന്നു. സ്തോത്രം. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ നല്ല നല്ല സാധനങ്ങൾ വളരെ വിലക്കുറവിന് ലഭിക്കുന്നത് കാണാം. ഇപ്പോൾ തന്നെ ഞങ്ങള് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഉത്തരേന്ത്യയുടെയും മറ്റും പല ഭാഗങ്ങളിലേക്ക് പോയപ്പോൾ നമ്മുടെ നാട്ടിലെ റംബൂട്ടാൻ പോലെയുള്ള ലീച്ചി ഞങ്ങൾ പോയ സ്ഥലങ്ങളിൽ സുലഭമായി ലഭിക്കുന്നുണ്ടായിരുന്നു. പൊതു മാർക്കറ്റിൽ നിന്ന് പോലും ഞങ്ങൾക്ക് 100 രൂപയിൽ താഴെ മാത്രം വില കൊടുത്ത് നല്ല ഗാർഡൻ ഫ്രഷായ സാധനം ലഭിക്കുന്നുണ്ടായിരുന്നു. അതേ സാധനത്തിന് ഇവിടെ 300 തൊട്ട് 400 രൂപ വരെ കിലോയാ. അതേ സാധനമാണ് അവിടെ 100-ൽ താഴെ കിട്ടിയത്. പക്ഷെ എന്ത് ചെയ്യാന്, കണ്ട വെള്ളം വിഴുങ്ങാനേ പറ്റൂ. ഞങ്ങൾ യാത്രികരാ. അവിടെ നിന്ന് കുറെ വാങ്ങി ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അവിടെ അപ്പോഴത്തെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങി ഭക്ഷിച്ചു വിട്ടു. ഇതുപോലെ നാം സിയോനിലേക്കുള്ള യാത്രികരാണ്. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. നമ്മുടെ പേരാണ് സിയോൻ സഞ്ചാരി. അപ്പോൾ നാം ഈ സഞ്ചാരത്തിനിടയിൽ സമയമാമരഥത്തിൽ പാട്ടിൽ പാടുന്നത് പോലെ ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ, അല്പം അപ്പം വിശപ്പിന് സ്വൽപ്പ വെള്ളം ദാഹിക്കൽ. ഈ ഉൽപ്രാവണത്തിന്റെ പ്രത്യാശയിൽ കഴിയുന്ന വിശുദ്ധന്മാർ ഇവിടെ ഒന്നും സ്വരുക്കൂട്ടുകയില്ല. അഥവാ തമ്പുരാൻ എന്തെങ്കിലും അവർക്ക് കൊടുത്താലും എപ്പോൾ വരെ മാത്രമേ കയ്യിൽ കാണൂ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വരെ, കൊടുത്തു തീർക്കുന്നത് വരെ. ഇനി അവരുടെ കയ്യിൽ കുറച്ച് ദിവസങ്ങൾ ഈ ലോകത്തിലെ വസ്തുവകകൾ ഇരുന്നാലും അവരുടെ മനസ്സ് ഒട്ടുമേ അതിലേക്ക് പതിയുകയില്ല. മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. ചിലപ്പോൾ ലോകത്തിൽ ദൈവം നമുക്ക് ധനം നൽകും, സമ്പാദ്യങ്ങൾ നൽകും, ഈ ലോകത്തിലെ വസ്തുവകകൾ ഒക്കെ നൽകും. പക്ഷേ അതൊന്നും നമ്മുടേതെന്നും പറഞ്ഞ് നാം സ്വരുക്കൂട്ടി വെക്കില്ല. ആവശ്യക്കാർക്ക് കൊടുത്തു തീർക്കുന്നത് വരെ മാത്രമേ നമ്മുടെ പക്കൽ ഉണ്ടാവൂ. അതിൽ നമ്മുടെ മനസ്സ് പതിയില്ല. പതിഞ്ഞാൽ ശ്രീമതി ലോത്തിന് സംഭവിച്ചത് നമുക്കും സംഭവിക്കും. അവൾ സ്വതവും വിട്ടു, പക്ഷെ മനസ്സ് അപ്പോഴും അവിടെയുള്ള വസ്തുവകകളിൽ ഉടക്കിക്കിടന്നു. നമുക്കിവിടെ ഉടുവസ്ത്രം പോലും ഉരിഞ്ഞിട്ടിട്ട് വേണം പോകുവാൻ. ഉടുവസ്ത്രം പോലും നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കർത്താവ് വരുന്നതും കർത്താവിന്റെ അടുക്കലേക്ക് നാം എടുക്കപ്പെടുന്നതുമെല്ലാം കണ്ണിമയ്ക്കുന്നിടയിലാണ്, നിമിഷങ്ങൾക്കുള്ളിലാണ്. അലമാരയിൽ വെച്ചിരിക്കുന്ന
നോട്ട് എടുക്കാനും പാസ്ബുക്ക് തപ്പാനും ചെക്ക് ബുക്ക് നോക്കാനും ആഭരണവും വണ്ടിയും താക്കോലും ഇതൊന്നും നോക്കാൻ നമ്മൾ നിൽക്കത്തില്ല. ഒക്കെ ഇട്ടിട്ട് പൊക്കളെ. ഇതിന്റെ പേരാണ് ഉൽപ്രാവണം, റാപ്ചർ. അങ്ങനെയുള്ള ഒരു എടുക്കപ്പെടലിന് വേണ്ടി നാം ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം. അതാണ് നാം പ്രത്യാശിക്കുന്ന ഭാവി എന്ന് പറയുന്നത്. പ്രത്യാശിക്കുന്ന ഭാവി. സ്തോത്രം. അല്പം മുൻപ് ഞങ്ങളുടെ പ്രാദേശിക സഭയുടെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എല്ലാ ശനിയാഴ്ചയും 1 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ച് കൂടി അല്പസമയം പ്രാർത്ഥിക്കും. ഞാൻ എന്നും പറയുന്നത് പോലെ ഒരു കൊച്ചു കൂടിവരവാണ് ഞങ്ങളുടെ. ഞാനതില് ഏറ്റവും ഒടുവിലായിട്ട് പ്രബോധിപ്പിച്ച് നിർത്തിയ ഒരു ഭാഗം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ലൂക്കോസ് 21:34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളായിരുന്നു. ലൂക്ക് 21:34-36. അവിടെ ഞാൻ അവരോട് പറഞ്ഞു 2 തരം ഭാവിയെ പറ്റി. 2 sorts of futures. One future is uncertain and other one is quite certain. ഒരു ഭാവി അനിശ്ചിതത്വം നിറഞ്ഞതാണ്, മറ്റൊന്ന് സുനിശ്ചിതവുമായതാണ്. അനിശ്ചിതത്വം നിറഞ്ഞ ഭാവി, അയ്യോ നാളെ എങ്ങനെയായിരിക്കും, എന്താ കഴിക്കുന്നേ, എന്താ കുടിക്കുന്നേ, എവിടെയാ സെറ്റിലാകുന്നേ, ഏത് ജോലിയാ ചെയ്യേണ്ടത്, ഏത് കല്യാണത്തിനാ യെസ് പറയേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള അനിശ്ചിതത്വം നിറഞ്ഞ ഭാവി. അനിശ്ചിതത്വം നിറഞ്ഞ ഭാവി. മറ്റൊന്ന് സുനിശ്ചിതമായ ഭാവി. എന്താ സുനിശ്ചിതമായ ഭാവി? യേശുക്രിസ്തു പറഞ്ഞതുപോലെ മഹാപീഡന സംബന്ധിയായ സംഭവങ്ങളുടെ ഒരു പരമ്പര ഉണ്ടാവും. സംഭവങ്ങളുടെ ഒരു പരമ്പര ഉണ്ടാവും. 2, മനുഷ്യപുത്രൻ വരും. ലൂക്കോസ് 21:36 വാക്യം വെച്ചാ ഞാൻ ഈ പറയുന്നത്. ലൂക്ക് 21:36. മനുഷ്യപുത്രൻ വരും. 3ാമത്തെ നിശ്ചയമായ കാര്യമാണ് എല്ലാവരും മനുഷ്യപുത്രന്റെ മുമ്പിൽ ഹാജരാകും. 3 ഉറപ്പാ. യേശു പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാവും, മനുഷ്യപുത്രൻ വരും, എല്ലാവരും മനുഷ്യപുത്രന്റെ മുമ്പിൽ ഹാജരാവുകയും വേണം. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അഷ്യൂവേർഡ് ഫ്യൂച്ചർ. മറ്റൊന്നാണ് അൺസർട്ടൻ ഫ്യൂച്ചർ. അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ, ഭൗതികമായ ഭാവി, നാളുകളെ കുറിച്ച് ഒരു പിടുത്തമില്ല. നമ്മുടെയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്ക് നോക്കിയാൽ ഇങ്ങനെ ഓരോ പ്രഖ്യാപനങ്ങൾക്കനുസരിച്ച്, രാഷ്ട്രീയമായ മാറ്റങ്ങൾക്കനുസരിച്ച് ചാഞ്ചാടുന്നത് കാണുന്നില്ലേ? ഇതുപോലെ അനിശ്ചിതത്വം നിറഞ്ഞതാണ്. ചോദ്യം, ഈ 2 ഭാവികളിൽ ഏത് ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ ചിന്താകുലരായിരിക്കുന്നത്? ഇതിലേത് ഭാവിക്ക് വേണ്ടിയാണ് നാം കൂടുതൽ ഒരുങ്ങാറുള്ളത്? ഇതിൽ ഏത് ഭാവിക്ക് വേണ്ടിയാണ് നാം അധികം പ്രാർത്ഥിക്കാറുള്ളത്? 3 ചോദ്യങ്ങൾ. 2 ഭാവികൾ.
ഒന്ന് അനിശ്ചിതത്വം നിറഞ്ഞത്, മറ്റൊന്ന് നിശ്ചയമായത്. 3 ചോദ്യങ്ങൾ അവയ്ക്ക് മുമ്പിൽ. നാം ഇവയിൽ ഏതിനെ കുറിച്ചാണ് കൂടുതൽ ചിന്താകുലരാകുന്നത്? ഏതിനു വേണ്ടിയാണ് കൂടുതൽ ഒരുങ്ങുന്നത്? ഏതിനു വേണ്ടിയാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്? ഉത്തരം നിശ്ചയമുള്ള ഭാവിക്ക് വേണ്ടി ആയിരിക്കണം. ആയിരിക്കണം. പക്ഷേ സ്തോത്രം. ആയിരിക്കണം, തീർച്ചയായും നിശ്ചയമുള്ളതിന് വേണ്ടി ആയിരിക്കണം. പക്ഷെ അല്ല എന്നുള്ളതല്ലേ സത്യം. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഈ സമൂഹത്തോട് ഞാൻ പ്രബോധിപ്പിക്കുന്നു, നിശ്ചയമില്ലാത്ത ഭാവിയെ ബലിഷ്ഠമായ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവയെപ്പറ്റിയുള്ള ആകുലതകൾ നമുക്ക് വിട്ടുകളയാം. നമ്മുടെ പ്രാർത്ഥന പോലും അധികവും ഈ കർത്താവ് കയ്യിൽ പിടിച്ചിരിക്കുന്ന നമുക്ക് നിശ്ചയമില്ലാത്ത ഭാവിയെപ്പറ്റിയാകരുത്. പകരം കർത്താവ് നമുക്ക് ഉറപ്പു തന്നിരിക്കുന്ന കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട, നമ്മുടെ എടുക്കപ്പെടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാകട്ടെ. സ്തോത്രം. കർത്താവ് വരും, ഉറപ്പാ. അതിന് 10 ഉറപ്പുകൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. സകല മനുഷ്യരും അവന്റെ മുമ്പിൽ നിൽക്കും, അതും ഉറപ്പാ. ഒരുത്തന് പോലും രക്ഷപ്പെടാൻ പറ്റില്ല. കർത്താവിന്റെ മുമ്പിൽ നിൽക്കാതെ ഒരാൾക്ക് പോലും രക്ഷപ്പെടുവാൻ കഴിയില്ല. സാത്താനും അവന്റെ ദൂതന്മാരും ഉൾപ്പെടെ ഉള്ളവർക്ക് ന്യായവിധിക്കായി നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പിൽ ഹാജരായേ പറ്റൂ. വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിലാണെങ്കിൽ കൂടെ പൗലോസ് 2 കൊരിന്ത്യർ 10 പറഞ്ഞ കാര്യം നമുക്ക് അറിവുള്ളതാണ്, അറിയാമല്ലോ. Second Corinthians 5:10 അവനവൻ നല്ലതായാലും തീയതായാലും തക്ക പ്രാപിക്കും, നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെട്ടേ പറ്റൂ. വിശുദ്ധരായാലും അശുദ്ധരായാലും, രക്ഷിക്കപ്പെട്ടവരായാലും അല്ലാത്തവരായാലും. സമയം വേറെ വേറെ ആയിരിക്കുമെന്നേ ഉള്ളൂ, എല്ലാവർക്കും നിന്നേ പറ്റൂ. സ്തോത്രം. എല്ലാവർക്കും നിന്നേ പറ്റൂ. എന്നാൽ കർത്താവിന്റെ അല്ലെങ്കിൽ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുമോ ഇല്ലയോ, യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. വെളിപ്പെടുമെന്നുള്ളത് നിസ്സംശയമാണ്. പിന്നെ ചോദ്യം എന്തുവാ? ചോദ്യം എന്തുവാ? ഏത് സമയത്തായിരിക്കും? അല്ല, ചെയ്യുന്ന പ്രവൃത്തികൾ അല്ല, ഏത് പ്രവൃത്തി ചെയ്താലും നിൽക്കും, ഏത് സമയത്തായാലും നിൽക്കും. പക്ഷേ
ഏതിനു വേണ്ടിയാണ് ഒരുങ്ങുന്നത്, ചിന്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ. 36 വാക്യം ഒന്ന് വായിച്ചോളൂ. ലൂക്കോസ് 21:36. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി. എന്ത് വേണം? കർത്താവിന്റെ മുമ്പിൽ നിന്നാൽ പോരാ, നിൽക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തിയില്ലാത്തവരും അവന്റെ മുമ്പിൽ നിൽക്കും. നിന്നേ പറ്റൂ. എല്ലാവർക്കും വന്നേ പറ്റൂ. പക്ഷേ എങ്ങനെ നിൽക്കണം? പ്രാപ്തിയോടെ, പ്രാഗൽഭ്യത്തോടെ നിൽക്കണം. യോഹന്നാൻ അതേപ്പറ്റി പറയുന്നത് ഒന്ന് നോക്കൂ. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം, അതിന്റെ 29-ാമത്തെ വാക്യം. 1 John 2:29. 28 ആണ്. 28. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. കണ്ടോ? 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. അവന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രാപ്തരാകണമെന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞത് ലൂക്കോസ് എഴുതി വെച്ചു. ഇവിടെ യോഹന്നാൻ പറയുന്നു, അവന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ ലജ്ജിതരാകരുത്. 2, പിന്നെ ധൈര്യമുണ്ടാകണം. ധൈര്യമുണ്ടാവുക, അതിനാണ് പ്രാഗൽഭ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ കർത്താവിന്റെ വരവുണ്ടാവും. കർത്താവിന്റെ മുമ്പിൽ സകല മനുഷ്യരും നിൽക്കും. കാരണം ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തെക്കുറിച്ച് കണക്ക് കൊടുക്കണം. മുൻപും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പോലെ വക്കീലും അപ്പീലും ഇല്ലാത്ത ന്യായവിധിയായി. നോ വക്കീൽ, നോ അപ്പീൽ. നമ്മുടെ ഇവിടുത്തെയൊക്കെ കോടതികളിലാണെങ്കിൽ പ്രതി പോകണമെന്നില്ല. നിർബന്ധപൂർവം ന്യായാധിപൻ അല്ലെങ്കിൽ കോടതി പറയുമ്പോൾ മാത്രം ഹാജരായാൽ മതി. ബാക്കി സമയത്തൊക്കെ വക്കീൽ പോയി കാര്യങ്ങൾ ചെയ്തോളും. എന്നാൽ യേശുക്രിസ്തുവിന്റെ കച്ചേരിയിൽ, കോടതിയിൽ പ്രതി തന്നെ പോകണം. വക്കീലിനെ വിടാനില്ല. കാരണം ആരാ വക്കാലത്ത് ഏറ്റെടുക്കുന്ന? ഓരോരുത്തർക്കും കേസ് പറയാൻ പോണം. അപ്പൊ പിന്നെ ആരുടെ വക്കീലായിട്ടാ പോവുക? ഈവൻ മധ്യസ്ഥന്മാരെ പോലും ഇന്ന് മതപരമായ നിലയിൽ മധ്യസ്ഥന്മാരിലൂടെ ദൈവത്തിലേക്ക് അടുക്കുന്നവര് പോലും അന്ന് ഒരു മധ്യസ്ഥനിലൂടെയും വക്കാലത്തിന് പോകാൻ പറ്റില്ല. ഇന്ന് മധ്യസ്ഥത പറയുന്ന മധ്യസ്ഥന്മാർക്കും അന്ന് ക്രിസ്തു എന്ന ന്യായാധിപന്റെ മുമ്പിൽ സ്വന്തം കേസ് പറയാൻ പോയേ പറ്റൂ. അപ്പോൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വരും, ഉറപ്പാണ്. പക്ഷേ എങ്ങനെ വേണം? നാം അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ലജ്ജിതരാകരുത്. നമുക്ക് ധൈര്യമുണ്ടാകണം. തിരുമുമ്പാകെ നിൽക്കുവാൻ നാം പ്രാപ്തരാകണം. അതിനുവേണ്ടി നാം എന്ത് വേണം? ഇതേപ്പറ്റി ചിന്തിച്ച് ജീവിച്ചോണം. ഇതിനു വേണ്ടി ഒരുങ്ങിക്കൊള്ളണം. നമ്മുടെ പ്രാർത്ഥനകളും ഇതിനു വേണ്ടിയായിരിക്കണം. കർത്താവേ, എനിക്കത് തരണേ, ഇത് തരണേ, എന്നെ അനുഗ്രഹിക്കണേ, എന്നെ വിടുവിക്കണേ. ഇവയെക്കാളൊക്കെ നാം പ്രാർത്ഥിക്കേണ്ടത്
ആവർത്തിച്ച് ആത്മാർത്ഥതയോടെ നാം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, അങ്ങ് ഏത് നിമിഷം വന്നാലും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ പ്രാപ്തനാകണമേ, പ്രാപ്തയാകണമേ. തിരുമുമ്പാകെ വരുമ്പോൾ എനിക്ക് ലജ്ജിപ്പാൻ ഒന്നും ഉണ്ടാകരുതേ. എന്റെ ജീവിത രഹസ്യങ്ങളെ അങ്ങ് വെളിപ്പെടുത്തുമ്പോൾ അങ്ങയിൽ നിന്നും എനിക്ക് പ്രശംസ ഉണ്ടാകണമേ. എന്റെ ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അങ്ങ് വെളിച്ചത്താക്കുമ്പോൾ അങ്ങയുടെ പിതാവിൻ്റെയും ആയിരമായിരം ദൂതന്മാരുടെയും വിശുദ്ധന്മാരുടെയും മുമ്പിൽ എന്റെ തല കുനിഞ്ഞു പോകരുതേ. ഇതൊക്കെയാണോ നമ്മുടെ പ്രാർത്ഥനകൾ? നമ്മുടെ പ്രാർത്ഥനകളും മാറേണ്ട സമയമായല്ലേ? അനിശ്ചിതത്വമായ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കൂ. നമ്മുടെ കാലഗതികളെല്ലാം കരുത്തനായവന്റെ കരത്തിലാണെന്ന് തിരിച്ചറിയൂ. അവൻ അവയെ പിടിച്ചിരിക്കിയാൽ നമുക്കതേപ്പറ്റി ആകുലപ്പെടേണ്ട ആവശ്യം ഇല്ല. എന്നാൽ നാം ചിന്തിക്കേണ്ടത് ഈ നിശ്ചിതമായ, സുനിശ്ചിതമായ, ഉറപ്പുള്ള ഭാവി സംഭവങ്ങൾക്ക് വേണ്ടി ആകട്ടെ. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ഇനിയും വേണമോ? നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല എന്നല്ല പാസ്റ്ററെ പറയുന്നത്, അതിനെപ്പറ്റി ഒന്ന് പറയാം. അതെപ്പോഴത്തെ കാര്യമാ? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നീതിമാനായ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടത്. ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് ക്രൂശിൽ മരിച്ചതിനാൽ 2 കൊരിന്ത്യർ 5:21 പറയുന്നു, നാം ആരായി മാറി? അല്ലെങ്കിൽ എന്തായി മാറി? നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ടു. അപ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശീകരണ ശേഷം നീതിമാന്മാരുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ, ദാ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞു, ദാ നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞത് പൗലോസ് റോമർ 3:10 മുതൽ എടുത്തു പറഞ്ഞിരിക്കുന്നു. 10 തൊട്ട്. എന്നാൽ 24-ാം വാക്യം മുതൽ പൗലോസ് അതിന് പരിഹാരം പറയുന്നു. ആ പരിഹാരമാണ് കാൽവറി ക്രൂശ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ ലഭിച്ച വീണ്ടെടുപ്പിലൂടെ ദൈവം നമ്മെ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സൗജന്യമായി നീതീകരിക്കുന്നു. അങ്ങനെ നാം ഇന്ന് ആരാണ്? റോമർ 5:1 യേശുവിൽ വിശ്വസിച്ചിട്ട് നീതീകരിക്കപ്പെട്ടവരാണ്. നാം ഇന്ന് നീതിമാന്മാരാ. സ്വന്തം നീതിയല്ല, യേശുക്രിസ്തുവിന്റെ നീതി വിശ്വസിക്കുന്നവരുടെ മേൽ കണക്കിടുന്ന നീതിയാണ്. ആ നീതീകരണത്താലാണ് നമുക്കിന്ന് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യം ലഭിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. അതിന്റെ 3 തലങ്ങളുണ്ട്. 3 തലങ്ങൾ. ഒന്നാമത്തേതാണ് നീതീകരണം, രണ്ടാമത്തേതാണ് വിശുദ്ധീകരണം, മൂന്നാമത്തേതാണ് തേജസ്കരണം. യേശുവിൽ വിശ്വസിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ആ നിമിഷത്തിൽ സ്നാനവും അതിനകത്തിപ്പെടുന്നതാകട്ടോ. വിശ്വാസവും സ്നാനവും തമ്മിൽ ഇന്നത്തേതുപോലെ അന്തരമില്ല ബൈബിളിൽ. വിശ്വസിക്കുന്ന, മാനസാന്തരപ്പെടുന്ന നിമിഷത്തിൽ സ്നാനമേൽക്കാം. ഇന്ന് നമ്മുടെ പല
സൗകര്യങ്ങളോ നിമിത്തം ഈ വിശ്വാസത്തിനും സ്നാനത്തിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തി, ഒരു പാപി മാനസാന്തരപ്പെടുന്ന, യേശുവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന ആ നിമിഷത്തിൽ തന്നെ ദൈവം അവനെ നീതീകരിക്കുന്നു. കാരണം ഈ പാപി പാപം നിമിത്തം നീതിവസ്ത്രം നഷ്ടപ്പെട്ട് നഗ്നനും ലജ്ജിതനുമായിട്ടാണ് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പല ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഏത് കാലാവസ്ഥയിലും ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം അവർ നമുക്കൊരു ഗ്ലാസ് വെള്ളം തരും, ഏത് കാലാവസ്ഥയിലായാലും. എന്നാൽ നഗ്നനായ ഒരുത്തൻ നമ്മുടെ അടുക്കൽ വന്നാൽ ആദ്യം വെള്ളം കൊടുക്കുകയാണോ? അവനെ ആദ്യം വസ്ത്രം ധരിപ്പിക്കുക ചെയ്യുന്നത്. ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുന്ന ഓരോ പാപിയും തൻ്റെ പാപം നിമിത്തം നീതിവസ്ത്രം നഷ്ടപ്പെട്ട് നഗ്നനായിട്ടാണ് വരുന്നത്. അങ്ങനെ വിശ്വസിച്ചു വരുന്ന ഏതൊരു പാപിയെയും ദൈവം ഏറ്റവും ആദ്യം ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ നീതിവസ്ത്രം ധരിപ്പിക്കുക എന്നതാണ്. ആ പ്രക്രിയയാണ് നീതീകരണം. അതാണ് റോമർ 3:24 മുതൽ പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന നിമിഷത്തിൽ നീതീകരിക്കപ്പെടുന്നു. ആ നിമിഷം മുതൽ മരിക്കുന്നതുവരെ സുബോധത്തോടെ ജീവിച്ചിരിക്കുന്ന അവസാന നിമിഷം വരെയുള്ള ജീവകാലത്ത് അവനെ കർത്താവ് വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. ആ വിശുദ്ധീകരിക്കപ്പെട്ട ശാരീരിക മരണത്തിലൂടെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിലെ ഉയർപ്പിലൂടെ അവന് ലഭിക്കുന്ന മൂന്നാമത്തെ അവസ്ഥയാണ് ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം. അപ്പോൾ നീതീകരണത്താൽ നാം നീതിമാന്മാർ ആക്കപ്പെടുന്നു. നീതിമാന്മാരെന്ന് കർത്താവ് നമ്മെ എണ്ണുകയാണ്. We are reckoned. നീതിമാന്മാരാവുകയല്ല, നാം നീതി കൈവരിക്കുകയല്ല, നേടുകയല്ല. നീതിമാന്മാരെന്ന് ദൈവം നമ്മെ കണക്കിടുകയാണ്. വ്യത്യാസം മനസ്സിലാകണം. അങ്ങനെ നാം ഇന്ന് നീതിമാന്മാരാണ്. യേശുവിന്റെ ക്രൂശീകരണ ശേഷം അവനിൽ വിശ്വസിക്കുന്ന സകലരും ദൈവം മുമ്പാകെ നീതിമാന്മാരാണ്. അവർക്ക് ദൈവസന്നിധിയിൽ നിൽക്കാൻ പ്രാഗൽഭ്യമുണ്ട്. അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് വിശുദ്ധീകരണത്തിലൂടെ ആ പ്രാഗൽഭ്യം നമ്മൾ വർദ്ധിപ്പിച്ചുകൊള്ളണം. അതാണ് പറഞ്ഞത്. മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. പ്രധാന ദൂതന്റെ ശബ്ദം പറഞ്ഞതുകൊണ്ട് അതോടൊന്ന് പറയണം. മീഖായേലിന്റെ ശബ്ദം. പ്രധാന ദൂതൻ മീഖായേലാണെന്ന് നമ്മൾ കാണുന്നു, അറിയാം. ആ പ്രധാന ദൂതനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്നത് ആ പ്രധാന ദൂതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? പഴയ പുതിയ നിയമങ്ങളിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാന ദൗത്യം വഴി ക്ലിയർ ആക്കുക. വഴി ക്ലിയർ ആക്കുക. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി. ദൈവത്തിന്റെ വേണ്ടി.
എന്ത് ദൈവത്തിന്റെ പ്രവൃത്തിയാ? കുറെ കൂടെ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്ന വ്യക്തതയോടൊന്ന് പറയാമോ? ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ. ദൈവത്തിന്റെ യുദ്ധങ്ങൾ നടത്തുന്ന ദൂതനാണ് പ്രധാന ദൂതൻ. സാത്താനുമായി യുദ്ധം ചെയ്യുന്നതാണ് നാം പ്രധാന ദൂതന്റെ ദൗത്യമായി പഴയ പുതിയ നിയമങ്ങളിൽ കാണുന്നത്. പഴയ നിയമത്തിൽ വിശേഷിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ പാഴ്സി പ്രഭുവിനോട് യുദ്ധം ചെയ്ത് ദാനിയേലിന് ദൈവമയച്ച മറുപടിയെ കൊണ്ടെത്തിക്കുന്ന ദൗത്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായും വെളിപ്പാട് 12-ാം അധ്യായത്തിലും യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിലും നമുക്ക് പ്രധാന ദൂതന്റെ ദൗത്യങ്ങൾ കാണാം. ഇവിടെ എല്ലാം നാം കാണുന്നത് സാത്താനുമായിട്ടുള്ള യുദ്ധമാണ്. പ്രത്യേകാൽ യൂദ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് മോശയുടെ ശരീരം സംബന്ധിച്ച് പ്രധാന ദൂതനായ മീഖായേൽ സാത്താനുമായി വാദപ്രതിവാദം നടത്തിയതായിട്ടാണ്. മോശയുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നിശ്ചയമില്ല. താൻ മലമുകളിലേക്ക് കയറിപ്പോയി, അവിടെ വെച്ച് മരിച്ചു, ദൈവം അവനെ അടക്കം ചെയ്തു എന്ന് മാത്രമേ നമുക്ക് ആവർത്തന പുസ്തകം അവസാന വാക്യങ്ങളിൽ കാണാൻ പറ്റൂ. പിന്നെ അവന്റെ ശവ കല്ലറ അല്ലെങ്കിൽ ശ്മശാനം അടക്കിയത് എവിടെയെന്ന് ആരും അറിയുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ മറുരൂപമലയിൽ ഏലിയാവും മോശയും യേശുവിന് പ്രത്യക്ഷനായി അവർ ഒരുമിച്ച് കൂടി ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ്. മറ്റൊന്ന് മോശയെപ്പറ്റി നാം കാണുന്നത് യൂദ 9-ാം വാക്യത്തിൽ. ഇത് മൂന്നും കൂടെ ചേർത്ത് വച്ചാൽ വേദ പഠിതാക്കൾ ചെന്നെത്തുന്ന ഒരു നിഗമനം, മോശ മരിച്ചു, വാഗ്ദത്ത കനാനിൽ അവൻ എത്തുവാൻ കഴിഞ്ഞില്ല, ദൈവം അവനെ അടക്കം ചെയ്തു. എന്നാൽ എന്നാണോ എത്ര കാലം കഴിഞ്ഞാണോ എന്നറിയില്ല, ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച് ദൈവത്തിന്റെ തേജസ്സിനെ തന്റെ ജഡശരീരത്തിൽ പോലും ആവഹിച്ചിരുന്ന മോശയെ ദൈവം ഉയർപ്പിച്ചു എന്നാണ്. ആ ഉയർപ്പിക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് തൻ്റെ ഉയർപ്പിനെ തടയുവാൻ വാദിച്ച പിശാചിനെ കുറിച്ചാണ് യൂദ 9-ാം വാക്യം പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. മോശ ഉയർത്തെഴുന്നേറ്റോ എന്ന് ചോദിച്ചാൽ ഉയർത്തെഴുന്നേറ്റു എന്ന് ബൈബിൾ എങ്ങും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ മറുരൂപമലയിൽ യേശുവിന്റെ അടുക്കൽ രൂപാന്തരം പ്രാപിച്ച ഏലിയാവ് തന്നോടൊപ്പം മരിച്ചെന്ന് പറയുന്ന മോശയും വന്നു. യേശുവിന്റെ അടുക്കൽ മോശയ്ക്ക് വരണമെങ്കിൽ കേവലം മരിച്ച ഒരു മോശയ്ക്ക് പറ്റില്ല. അത് ബൈബിൾ വ്യവസ്ഥയ്ക്ക് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതര സഭകളും ഇതര മതങ്ങളും പറയുന്നത് പോലെ മരിച്ചവർക്കൊക്കെ പരോളിൽ ഇറങ്ങി നടക്കാൻ പറ്റും. പറ്റില്ല. ബൈബിൾ അനുസരിച്ച് അത് പറ്റില്ല. അങ്ങനെയെങ്കിൽ മോശ ദൈവപുത്രന്റെ അടുക്കൽ ഏലിയാവിനോടൊപ്പം തേജസ്സിൽ പ്രത്യക്ഷനായി എങ്കിൽ അവന് ശാരീരികമായ ഉയർപ്പ് സംഭവിച്ചിരിക്കണം.
അങ്ങനെ ഉയർപ്പ് സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിനെ തടയുവാൻ പിശാച് പ്രവർത്തിച്ചതും. എന്നാൽ ആ പിശാചിനോട് ദൈവം നേരിട്ട് യുദ്ധം ചെയ്യാതെ മീഖായേലിലൂടെ അവനെ തോൽപ്പിക്കുന്നതും. വെളിപ്പാട് 12-ലും നാം അത് തന്നെയാണ് കാണുന്നത്. പ്രധാന ദൂതനായ മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പമായ പിശാചിനോട് പടവെട്ടി അവനെ തോൽപ്പിച്ചു. ദൈവം നേരിട്ട് സാത്താനോട് യുദ്ധം ചെയ്യുന്നില്ല. ഒരിക്കൽ മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 7 മുതൽ 10-11 വരെയുള്ള വാക്യങ്ങളിലാണ്. ഗോഗ് മാഗോഗ് യുദ്ധത്തിൽ മാത്രം. അപ്പോൾ പ്രധാന ദൂതന്റെ ശബ്ദം ഉൽപ്രാവണത്തിൽ വേണ്ടത് അല്ലെങ്കിൽ മുഴങ്ങുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ, മോശയുടെ ശരീരത്തിന്റെ വിഷയത്തിൽ സംഭവിച്ച അതേ കാര്യത്തിന്. നമ്മുടെയും ഉയർപ്പിനെ തടയുവാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ പിശാച് ജഡത്തിന് വേണ്ടി വാദിച്ചേക്കാം. എന്നാൽ അങ്ങനെ ഉള്ള പിശാചിനോട് പടവെട്ടുന്നതിന് വേണ്ടിയാണ്, ദൈവത്തിന്റെ യുദ്ധം നയിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാന ദൂതൻ ഉൽപ്രാവണത്തിലും ഉളവാകുന്നത്. അതാണ് പ്രധാന ദൂതന്റെ ഉൽപ്രാവണത്തിലെ റോൾ എന്ന് പറയുന്നത്. പാസ്റ്റർ, അതുപോലെ വെളിപ്പാട് പുസ്തകം 20-ന്റെ ആ 1 പറയുന്ന ആ പ്രധാന ദൂതനും മിഖായേലാണോ സാത്താനെ 1000 ആണ്ടത്തേക്ക് ചങ്ങലയിട്ട് അഗാധകൂപത്തിലിടുന്നത്? 20-ന്റെ 1-ൽ പ്രധാന ദൂതൻ എന്ന് പറയുന്നുണ്ടോ? അല്ല, അനന്തരം ഒരു ദൂതൻ. അതെ. അപ്പം അത് പ്രധാന ദൂതനാകാം. പ്രധാന ദൂതൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവനെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. അപ്പം ഒരു ദൂതൻ എന്നേ ഉള്ളൂ. ആകാതിരിക്കാനും സാധ്യതയുണ്ട്. നമ്മുടെ നിഗമനം മാത്രമേ അവിടെ വരുന്നുള്ളൂ. മറ്റു പല ഇടങ്ങളിലും പ്രധാന ദൂതനെന്ന് എടുത്തു പറയുന്നുണ്ട്. ഇവിടെ അതില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ മിഖായേൽ ആകാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. പക്ഷെ പ്രധാന ദൂതന് ദൈവത്തിന്റെ യുദ്ധം ചെയ്യുന്നു. എന്നാൽ എന്തിനാണ് ശബ്ദം പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറയുന്നല്ലോ, ശബ്ദം എന്തിനാണെന്ന്? അതാണല്ലോ 9-ൽ യൂദ 9-ൽ നമ്മൾ പറയുന്നത്. മൗനമായിട്ട് നിന്നല്ലല്ലോ അവൻ യുദ്ധം ചെയ്തത്. അവിടെ പിശാചിനോട് വാദിക്കുന്നുണ്ട്. പിശാചുമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആയുധങ്ങൾ കൊണ്ടുള്ളത് എന്നതിനേക്കാൾ വാദപ്രതിവാദങ്ങളാണ്, അവകാശങ്ങളാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ, അപ്പോൾ തർക്കിച്ചു വാദിക്കുന്നവിടത്ത് ശബ്ദം ഉണ്ടാവും. ചിലപ്പോൾ ഒച്ച വെച്ചെന്നിരിക്കും, ഷൗട്ട് ചെയ്തെന്നിരിക്കും. പ്രധാന ദൂതന്റെ ശബ്ദം, എന്ത് ശബ്ദമാ പ്രധാന ദൂതൻ ഉണ്ടാക്കുന്നത്? ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തർക്കവും വാദവും എന്നാണ്. ജഡത്തിൽ ജീവിച്ച പലതരം ബലഹീനതകൾ ഉണ്ടായിരുന്ന സാത്താന്റെ പല ചരക്കുകളും ശരീരത്തിൽ വഹിച്ച വിശുദ്ധന്മാരാണ് മരിച്ച് മണ്ണിൽ ഉറങ്ങുന്നത്. ആ വിഷയങ്ങളിൽ പിശാച് അവർക്ക് വേണ്ടി സാത്താന്റെ വകയാണവർ, അവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന നിലയിൽ വാദിക്കും.
പിശാചിനെ തോൽപ്പിക്കുന്നത് വെട്ടി കുത്തിയൊന്നുമല്ല. യേശു കർത്താവും പിശാചിനെ തോൽപ്പിച്ചു എന്ന് പറയുന്നത് ആയുധങ്ങൾ എടുത്തുകൊണ്ടല്ലോ. അവന് മനുഷ്യജാതിയിന്മേൽ ഉണ്ടായിരുന്ന അവകാശത്തെ ഇല്ലാതെയാക്കിക്കൊണ്ടാണ്. അതിന് യേശു പാപപരിഹാരമാണ് വരുത്തിയത്. എന്നാൽ സാത്താൻ വീണ്ടും വാദിക്കുമ്പോൾ പ്രധാന ദൂതൻ അതിനെതിരായി വാദമുഖങ്ങളെ നിരത്തുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, മനസ്സിലായി. താങ്ക്സ് സാർ. ഓക്കെ. രണ്ട് പത്രോസ് 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിലും നാം അതാണ് കാണുന്നത്. ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ. പിശാചുമായിട്ട് വാദിക്കുന്ന സമയത്ത് എന്താ പറയുന്നത്? ദൈവം നിന്നെ ഭത്സിക്കട്ടെ, കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ. അപ്പം ഇതാണ് പ്രധാന ദൂതന്റെ ശബ്ദം എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് ഉൽപ്രാപണത്തിന്റെ പർപ്പസസ്, ലക്ഷ്യങ്ങൾ എന്താണ്, ഉദ്ദേശം എന്താണെന്നും കൂടെ പെട്ടെന്നൊന്ന് നോക്കാം. യേശു കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് ആദ്യം വരുന്നെന്നും സഭ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നെന്നും അഥവാ ഉൽപ്രാവണം പ്രാപിക്കുന്നെന്നും നമ്മൾ കണ്ടു. What is the purpose? What are the purposes of that rapture? ഉൽപ്രാവണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? പർപ്പസ് ഓഫ് റാപ്ചർ. 5-6 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തേത്, the first purpose is the consummation of our salvation. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം എന്നുള്ളതാണ്. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം എന്നുള്ളതാണ്. വീണ്ടെടുക്കപ്പെട്ടവരുടെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം, രക്ഷിക്കപ്പെട്ടവരുടെ രക്ഷയുടെ പൂർത്തീകരണം. കൺസ്യൂമേഷൻ ഓഫ് സാൽവേഷൻ ഓഫ് ദ സേവ്ഡ് വൺസ്. കൺസ്യൂമേഷൻ ഓഫ് ദ റിഡംഷൻ ഓഫ് ദ redeemed ones. എബ്രായ ലേഖനം 9:28 വാക്യം നമുക്കറിയാം. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി, ഇന്നലെ നമ്മൾ വായിച്ചു, യേശു രണ്ടാമതും പ്രത്യക്ഷനാകും. 1 തെസ്സലോനിക്കർ 5:23 നമ്മൾ കാണുന്നു, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവും നമ്മുടെ പ്രാണനും നമ്മുടെ ദേഹവും അശേഷം പൂർണ്ണമായി കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷതയിൽ
അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ രക്ഷയുടെ പൂർണ്ണത, അതേ സംബന്ധിച്ചാണ് രക്ഷയുടെ പ്രധാനപ്പെട്ട 3 അവസ്ഥകൾ. ഒന്ന്, we are saved from condemnation or penalty. പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. എഫേസ്യർ 2:5-8 വാക്യങ്ങൾ, റോമർ 8:9, 2 തിമോത്തിയോസ് 1:9. സമയം നമ്മുടെ തീരുന്നത് കൊണ്ടാണ് വായിപ്പിക്കാതെ ഞാൻ അങ്ങ് പറഞ്ഞു വിടുന്നത്. രക്ഷയുടെ രണ്ടാമത്തെ അവസ്ഥയാണ് നാം പാപത്തിന്റെ സ്വാധീന ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. We are being saved from the power of sin. പാപത്തിന്റെ സ്വാധീനത്തിൽ നിന്ന്, ശക്തിയിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. റോമാലേഖനം 6-14 വാക്യം, 7-14 മുതലുള്ള വാക്യങ്ങൾ, റോമർ 8:2 വാക്യം, ഫിലിപ്പിയർ 2:12 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നാം അതാണ് കാണുന്നത്. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നാം വിമോചിതരായിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും. ആസ് ലോങ് ആസ് വി ആർ അലൈവ്, നാം ജീവനുള്ള കാലത്തോളം ഈ പ്രക്രിയ നമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേതാണ്, we will be saved from the very presence of sin. We will be saved. നാം രക്ഷിക്കപ്പെടും എന്ന് വെച്ചാൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് പോലും നാം രക്ഷിക്കപ്പെടും. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെടും. റോമർ 13:11-12 വാക്യങ്ങൾ, 1 പത്രോസ് 1:4, 1 യോഹന്നാൻ 3:2 തുടങ്ങിയുള്ള വാക്യങ്ങളൊക്കെ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ വിമോചിതരാകും. അപ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം, ഉൽപ്രാവണത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയുടെ പൂർണ്ണത. അതാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ റോമർ 8:23 നിന്ന് വായിച്ചത്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തിരുന്നും കൊണ്ട് ഉള്ളിൽ എന്ത് ചെയ്യുകയാ? ഞരങ്ങുന്നു, അല്ലെങ്കിൽ ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു. എന്ത് ലഭിക്കണം? നമുക്ക് രക്ഷ പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കണം. സ്തോത്രം. അത് സാധിപ്പിക്കുക എന്നുള്ളതാണ് കൺസ്യൂമേഷൻ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ പൂർണ്ണത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? ബാക്കിയുള്ള 4 കാര്യങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ നമ്മെ സമയം അനുവദിക്കുന്നില്ലാത്തത് കൊണ്ട് കർത്താവിന്റെ വരവ് താമസിച്ചാൽ അത് നമുക്ക് തിങ്കളാഴ്ച മനസ്സിലാക്കാം. അതിനു മുമ്പ് നമ്മുടെ കർത്താവിന്റെ വരവാണെങ്കിൽ മനുഷ്യപുത്രന്റെ മുമ്പ് നിൽപ്പാൻ നാം പ്രാപ്തരാകേണ്ടതിന്, ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, ധൈര്യമുണ്ടാകേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. ആയതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ പ്രത്യാശയിൽ കാക്കട്ടെ. കർത്താവിന്റെ വരവിനായി ദൈവം നമ്മെ ഒരുക്കട്ടെ. സ്തോത്രം.